യെസ്, അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, നോക്കൂ, നേരത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഇവിടെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, അതായത് ഈ ജഡ്ജ്മെൻറ്റ് വായിച്ചാൽ ചിരിക്കണമോ കരയണമോ എന്നെനിക്കറിയില്ല എന്ന്. അദ്ദേഹം ഒരു കാര്യം എടുത്തു പറയുകയും ചെയ്തു. ഓ എന്ന സ്ഥലത്ത് ഈ വന്നതുപോലും ചൂണ്ടിക്കാട്ടിയ ന്യായാധിപ അവിടെ തെറ്റായിട്ടാണ് ഡേറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടെണ്ണം അദ്ദേഹം കോട്ട് ചെയ്ത് പറഞ്ഞു, ഉദാഹരിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ ആരെയൊക്കെയോ സഹായിക്കാനായി എഴുതിയുണ്ടാക്കിയതാണോ വിധി എന്ന് സ്വാഭാവികമായും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് സംശയം തോന്നുന്നു. മാത്രമല്ല, വിചാരണ വേളയിൽ പ്രോസിക്യൂഷനെ ഓസ്റ്റേലായി നിർത്തുന്നു, സാക്ഷികളെ വിറപ്പിക്കുന്നു, അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഷൗട്ട് ചെയ്യുന്നു. അപ്പോൾ തുടക്കം മുതലേ നെഗറ്റീവായിട്ടാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഇടപെടൽ. സ്വാഭാവികമായി ഒറ്റ വാക്ക് വിധി പറയുന്നു, എല്ലാവരെയും വെറുതെ വിട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ വിശാൽ സ്വയം വെട്ടിമരിച്ചതാണോ? അങ്ങനെയാണോ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്? അല്ല, അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ പരിക്ക് പറ്റിയ സാക്ഷികൾ, അതായത് ഇഞ്ചേർഡ് ഐ വിറ്റ്നസ്, ഇവരുടെ മൊഴി, ഇവർ പ്രതിയുടെ മരണപ്പെട്ട വ്യക്തിയുടെ വിക്ടിമിൻ്റെ ബന്ധു ആയതുകൊണ്ടോ സുഹൃത്തായതുകൊണ്ടോ അതിനെ അവിശ്വസിക്കേണ്ടതില്ല. അതായത് ഇൻട്രസ്റ്റഡ് വിറ്റ്നസ് ആണെങ്കിൽ കൂടി ഇഞ്ചേർഡ് ഐ വിറ്റ്നസ് ആണെങ്കിൽ അത് അവിശ്വസിക്കേണ്ടതില്ല എന്നാണ് ഇന്ത്യയിലെ ഇപ്പോൾ നിലവിലുള്ള എന്താ പറയുക ഒരു ക്രിമിനൽ സംവിധാനത്തിലെ ഒരു പ്രിൻസിപ്പിൾ. അത് സുപ്രീം കോടതിയുടെ പ്രത്യേകിച്ച് 90കളുടെ അവസാനം ജസ്റ്റിസ് KT തോമസും ജസ്റ്റിസ് പുഖനുമൊക്കെ സുപ്രീം കോടതിയിൽ ഇരുന്ന കാലത്ത് ഇന്ത്യയിൽ വളരെ പ്രമാദമായ ചില വിധിന്യായങ്ങൾ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടുണ്ടായി. ഒന്ന്, അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ആനുകൂല്യം പ്രതികൾക്ക് കൊടുക്കരുത് എന്നൊരു തീരുമാനമുണ്ടായി. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുള്ള വീഴ്ചയാണത്. അതിന് അങ്ങോർക്കെതിരെ നടപടിയെടുക്കാമെന്നല്ലാതെ പ്രതികൾക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടാൻ പാടില്ല. പക്ഷേ പ്രതികൾ പറയുന്ന രീതിയിലുള്ള ഒരു ആയുധം കൊണ്ട് സാക്ഷികൾ പറയുന്ന രീതിയിലുള്ള ഒരു ആയുധം കൊണ്ട് ഇത്തരത്തിലുള്ളൊരു മുറിവേൽപ്പിക്കാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞാൽ പിന്നെ അത് വിശ്വസിക്കണം. അപ്പോൾ ആയുധം കണ്ടെത്തിയിട്ടില്ലെങ്കിലും ശിക്ഷിക്കാം എന്ന് ജസ്റ്റിസ് പുക്കനും ജസ്റ്റിസ് KT തോമസും ഉൾപ്പെടെയുള്ള ആളുകൾ 90കളുടെ അവസാനം ഒരു ചെറിയ ഒരു സിദ്ധാന്തം ഉണ്ടാക്കി. അതിന്നും നിലനിൽക്കുകയാണ്, ആ ലീഗൽ എന്താ പറയുക പ്രിൻസിപ്പിൾ. അതോടൊപ്പം തന്നെ ഈ ഇൻട്രസ്റ്റഡ് ഐ വിറ്റ്നസ്, injured eyewitness, just because the eyewitnesses who are injured in the incident are interested persons or relatives or friends of the victim, they need not be disbelieved. കാരണം എന്താണ്, അതിനൊരു യുക്തിയുണ്ട്. അവർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് ഈ സംഭവത്തിൽ, അതിന് കൃത്യമായ മെഡിക്കൽ രേഖ ഉണ്ടാവണം. വെറുതെ പരുക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ പോരാ, കൃത്യമായ മെഡിക്കൽ രേഖകൾ ഉണ്ടാവണം. സമയത്ത് തന്നെ ആശുപത്രിയിലെത്തണം. ആ പരുക്കുകൾ ഈ അക്രമവുമായി ബന്ധപ്പെട്ടതാണെന്ന് മെഡിക്കൽ എവിഡൻസ് ഉണ്ടാവണം. ഇത്രയും ഉണ്ടായാൽ ആ സാക്ഷികൾ ഒരുപക്ഷെ മരിച്ചയാളുടെ ഭാര്യയാവാം, അച്ഛനാവാം, അനിയനാവാം, അയാളുടെ അടുത്ത സുഹൃത്താവാം. അങ്ങനെയുള്ള സ്ഥലത്താണല്ലോ ആക്രമിക്കപ്പെടുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുക. ചിലപ്പോൾ നമ്മുടെ വീട് കയറി ആക്രമിക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കളായിരിക്കും. നമ്മൾ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആ പരിപാടി സംഘടിപ്പിക്കുന്ന നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളോ ആവാം. അപ്പോൾ അത് സ്വാഭാവികമല്ല. അപ്പോൾ അതുകൊണ്ട് അവരെ അവിശ്വസിക്കേണ്ട എന്ന് അന്ന് ഈ 90കളുടെ അവസാനം ഉണ്ടായ ചില സുപ്രധാനമായ വിധികൾ, അത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഈ 2 ജഡ്ജിമാരുടെ ഭാഗത്തുണ്ടായതാണ്. അങ്ങനെ ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സിദ്ധാന്തമാണ്, ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിലെ ഒരു സിദ്ധാന്തമാണ്. ഇഞ്ചേർഡ് ഐ വിറ്റ്നസ് ആണ്, അവർ പരുക്ക് പറ്റി, സംഭവത്തിൽ പരുക്ക് പറ്റിയവരാണ് അതുകൊണ്ട് അവരിപ്പോൾ ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഇയാളോട്, അതായത് മരണപ്പെട്ട ആളോട് താല്പര്യമുള്ള ആളാണെങ്കിൽ കാരണം പറഞ്ഞ് തള്ളരുത് എന്നാണ്. അപ്പോൾ ഇവിടെ 2 സാക്ഷികൾ, ഒരാളല്ല, 2 വിറ്റ്നസ് തിയറിയും കൂടി ഇവിടെ സാറ്റിസ്ഫൈ ആയി. 2 വിറ്റ്നസ് തിയറി എന്നൊരു സംഭവമുണ്ട്. ഒരു സാക്ഷി മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ കുറച്ച് സീരിയസ് ആയി പരിശോധിക്കണം. ഇവിടെ 2 സാക്ഷിയുണ്ട്, 2 ഇഞ്ചേർഡ് ഐ വിറ്റ്നസ് ഉണ്ട്. സംഭവത്തിൽ പരിക്കേറ്റ 2 ദൃക്സാക്ഷികളുണ്ട്.
അപ്പോൾ നിർബന്ധമായും അത് വളരെ കരുതലോടെ മാത്രമേ ഈ കേസിൽ പ്രതികളെ ശരിക്കും വിടാൻ പറ്റില്ല. കാരണം പട്ടാപ്പകലാണ്, രാത്രി ഇരുട്ടിൻ്റെ മറവിലല്ല, വെളിച്ചമില്ലാത്ത ചോദ്യം വരുന്നില്ല. കാരണം രാവിലെ 10 മണി 11 മണിക്കാണ്. അപ്പോൾ 2 ദൃക്സാക്ഷികൾക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ മൊഴികൾ അവിശ്വസിക്കേണ്ട ഒരാവശ്യവും ഇന്നത്തെ നിലവിലുള്ള ജുഡീഷ്യൽ സംവിധാനത്തിൽ, നമ്മുടെ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിൽ നിലനിൽക്കുന്ന വിധിന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ അവിശ്വസിക്കേണ്ട ഒരാവശ്യവും കോടതിക്കില്ല. ഇത് ആണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു നിയമപരമായ പ്രശ്നം. മറ്റൊരു പ്രശ്നം ഞാൻ പറയാം. ഈ സംഭവം നടന്നത് 2012-ലാണ്. 2012-ൽ രാജ്യത്ത് ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് സർക്കാരാണ്. എല്ലാ തീവ്രവാദികൾക്കും കൊട പിടിച്ചു കൊടുത്ത, ചൂട്ട് പിടിച്ചു കൊടുത്ത, വെള്ളവും വളവും നൽകിയ മൻമോഹൻ സിംഗ് സർക്കാരാണ് 2012-ൽ ഇന്ത്യ ഭരിക്കുന്നത്. കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. വോട്ടിനു വേണ്ടി എല്ലാ തീവ്രവാദികളുടെയും മുമ്പിൽ കൈകൂപ്പുന്ന, അവരെ ഒപ്പം നിർത്തി ഫോട്ടോ എടുക്കുന്ന, അവരെ സഹായം വാങ്ങിക്കുന്ന ആളുകളാണ് ഈ കോൺഗ്രസ്സുകാർ. അപ്പോൾ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്നു കേരളത്തിൽ, കോൺഗ്രസ് സർക്കാർ ഡൽഹിയിൽ ഭരിക്കുന്നു. ഇതിങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. ഇത് ഒരു പക്ഷേ കേന്ദ്രത്തിൽ മോദി സർക്കാർ വന്നതിന് ശേഷമായിരുന്നെങ്കിൽ ശ്രീനിവാസൻ വധക്കേസിലെ പോലെ NIA വരുമായിരുന്നു, നടപടികൾ ഉണ്ടാവുമായിരുന്നു. അതൊന്നും വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുള്ളത് രാഷ്ട്രീയ തലത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്ന്, അതായത് കോടതിയുടെ ഭാഗത്തുനിന്ന്, ഞാനിപ്പോൾ ആ വിധി ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ പ്രോസിക്യൂട്ടർ പറഞ്ഞതിൽ നിന്നും 2 ഇഞ്ചോട് ഐ വിറ്റ്നസ് ഉണ്ടായിട്ടും അവരെ അവിശ്വസിച്ചു എന്ന് പറയുന്നത് ഒരു അവിശ്വസനീയമായ കാര്യമാണ്. നിലവിലുള്ള നമ്മുടെ ജുഡീഷ്യൽ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിൽ ഒരു അവിശ്വസനീയമായ കാര്യമാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, നിയമപരമായ കാരണങ്ങളുണ്ട്. രാഷ്ട്രീയ കാരണങ്ങൾ നമുക്ക് കഴിഞ്ഞു പോയത് തിരുത്താൻ പറ്റില്ല, കാരണം കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയി. പക്ഷേ ഇന്ന് അത് തിരുത്തി, ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ തിരുത്തി. ഇന്ന് മോഡി സർക്കാർ വന്നു. ഇന്ന് ഇത്തരത്തിലെ പ്രവർത്തനം നടത്തുന്ന ആളുകളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ തന്നെ നിരോധിച്ചു, അവരുടെ നേതാക്കന്മാരെ മുഴുവൻ പിടിച്ച് അകത്തിട്ടിരിക്കുകയാണ്. അതുപോലെ നിയമപരമായ പ്രശ്നം നമുക്ക് പരിഹരിക്കാം, കാരണം മേലെ കോടതിയുണ്ട്, മുകളിൽ കോടതി ഉള്ളത് കൊണ്ട് നിയമപരമായ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം. അങ്ങനെ പരിഹരിക്കാൻ വേണ്ട നടപടി എടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം, ഈ നിയമപരമായി ഉണ്ടായ ഈ പോരായ്മയ്ക്ക് ഒരു പരിഹാരം മേൽക്കോടതിയിൽ നിന്ന് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.